നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ ഉത്തര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ്. കാരണം ഉത്തര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക വരുന്നത് കന്നിക്കൂറിലാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് 9ാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖങ്ങളും ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുള്ള ഒരു മാസമാണ്. നിവർത്തി സ്ഥാനത്ത് പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യയോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളെയും തരും. ലഗ്നാധിപതി നിൽക്കുന്നത് മീനൻ രാശിയിൽ ശുക്രനോട് ചേർന്നിട്ടാണ്. അപ്പം ബുധശുക്ര യോഗം വളരെ നല്ലതാണ്. അവിടെ നീചഭംഗ ചക്രവർത്തി യോഗമുണ്ട്. കുറച്ച് ടെൻഷനും പ്രശ്നവും അനുഭവിച്ചതിന് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് നീചഭംഗ ചക്രവർത്തി യോഗം. അത് മാളവ്യ യോഗം കൂടി ഉള്ളത് കാരണം കൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും സാധിക്കും. അതേപോലെ തന്നെ ലഗ്നാധിപതി കർമാധിപത്യം വഹിച്ച് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കർമ്മ സംബന്ധമായിട്ട് എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കും. പക്ഷേ ലഗ്നത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനൊരു യോഗമുണ്ട്. കാരണം 7ാം ഭാവത്തിൽ കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് രാഹുവിനോട് ചേർന്ന് ഭാതാസ്ഥാനത്താണ്. അപ്പം ഭാതാസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രന് ശനിയുടെ യോഗം വന്നു. ശനിയും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്ത് നിന്നാൽ അത് ശുക്രന് മന്ദയോഗം വരുന്നത് ദാമ്പത്യ സംബന്ധമായിട്ട് ഗുണമല്ല. കാരണം സന്യാസ സ്വഭാവമാണ് ശനിക്കുള്ളത്. അപ്പോൾ സന്യാസ സ്വഭാവമുള്ള ശനി ശുക്രനോട് ഭോഗകാരകനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ളൊരു യോഗമാണുള്ളത്. മാത്രമല്ല 7ാം ഭാവത്തിൽ ലഗ്നാധിപതി പോയി നിൽക്കുന്ന കാരണം നമുക്ക് ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട എല്ലാ ഗുണങ്ങളും നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ്. 14ാം തീയതിക്ക് ശേഷം അഷ്ടമത്തിലേക്കാണ് ദുരിതഭവനാധിപതിയായിട്ടുള്ള സൂര്യൻ മാറിപ്പോകുന്നത്. അപ്പോൾ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. ഒരു ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ അത് അഷ്ടമാധിപതിയാണ്. അപ്പോൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരം അവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക, സഹായികൾ മുഖാന്തരം നമുക്ക് കിട്ടേണ്ട ലാഭത്തിന് വരുമാനത്തിലൊക്കെ കുറവ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാഗദോഷമുണ്ട്. ഭാതാസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവാണ്. അപ്പം ഭാതാസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് നമ്മളിലേക്ക് വരേണ്ട ഗുണങ്ങൾക്കൊക്കെ ചില സമയത്ത് ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാഗദോഷ പരിഹാരമായിട്ട് യഥാശക്തി വഴിയോട് നാഗപൂജയോ നൂറുമ്പാലും കൊടുക്കുക പോലെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് കുറച്ച് ദോഷങ്ങളുള്ളതാണ്. നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.